कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं ശ്രീരാമായ നമഃ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 46. രാവണാഗമനം. ശ്രീരാമൻ്റെ അമ്പുകൊണ്ട് മാരീചൻ ഭൂമിയിൽ പതിച്ച് മരിക്കുന്ന സമയത്ത് അവൻ ആശ്രമത്തിൽ കേൾക്കത്തക്ക വിധം ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് ശ്രീരാമൻ്റെ സ്വരത്തിൽ വിലപിച്ചു. സീതയെ തനിച്ചാക്കി പുറത്തു പോകുന്നത് യുക്തമല്ലാത്തതിനാൽ ലക്ഷ്മണൻ അനങ്ങിയില്ല. സീത ലക്ഷ്മണനെ നിന്ദിച്ചുകൊണ്ടുള്ള വാക്കുകൾ പലതും പുലമ്പി. വയറ്റത്തടിച്ച് ഉറക്കെ കരഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ സീതയെ തനിച്ചാക്കി ജ്യേഷ്ഠനെ അന്വേഷിച്ച് പോകുവാൻ നിർബന്ധിതനായി. ലക്ഷ്മണൻ സീതയെ നമസ്കരിച്ച് ജ്യേഷ്ഠനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇതുവരെയുള്ള കഥാഭാഗങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. സീതയെ അപഹരിക്കുന്നതിനായി രാവണൻ ആശ്രമത്തിൽ വരുന്ന കഥാഭാഗം 46-ാം സർഗത്തിൽ വിവരിക്കുന്നു. ലക്ഷ്മണൻ പുറത്തുപോയ ഉടനെ തക്കം പാർത്തിരുന്ന രാവണൻ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് വൈദേഹിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. കാഷായ വസ്ത്രമുടുത്ത് ജടാധാരിയായി കുട പിടിച്ച് മെതിയടിമേലേറി കമണ്ഡലവും ഇടത്തെ ചുമലിൽ യോഗദണ്ഡം ധരിച്ച രാവണൻ ശ്രീരാമലക്ഷ്മണന്മാർ ഇല്ലാത്ത പർണശാലയിലേക്ക് പ്രവേശിച്ചു. സൂര്യചന്ദ്രന്മാരോട് കൂടാത്ത സന്ധ്യയെ കൂരിരുട്ട് എപ്രകാരമോ അതുപോലെ രാമലക്ഷ്മണന്മാരെ വിട്ടുപിരിഞ്ഞിരുന്ന സീതയുടെ അടുത്തേക്ക് ബലവാനായ രാവണൻ ചെന്നു. ചന്ദ്രനില്ലാത്ത രോഹിണിയെ ചൊവ്വാഗ്രഹം തീണ്ടുന്നതുപോലെ ആ ദാനവേന്ദ്രൻ വൈദേഹിയെ അവലോകനം ചെയ്തു. ആ സമയത്ത് ജലസ്ഥാനത്തെ മരങ്ങൾ നിശ്ചലങ്ങളായി, കാറ്റ് ചലിക്കാതെയായി. ഒഴുക്കേറിയ ഗോദാവരിയുടെ പോക്ക് പതുക്കെയായി. കണവനെക്കുറിച്ച് കേഴുന്ന സീതയെ ചിത്രയെ ശനി എന്ന പോലെ ശിഷ്ടവേഷം പൂണ്ട ആ ദുഷ്ടൻ സമീപിച്ചു. പുൽമൂടിയ കിണർ പോലെ വഞ്ചകനായ രാവണൻ പുണ്യവേഷം ധരിച്ച് സീതയെ നോക്കി നിന്നു. മനോഹരങ്ങളായ ദന്തങ്ങളും അധരങ്ങളും ഉള്ളവളും പൂർണ്ണ ചന്ദ്രമുഖിയും മഞ്ഞ വസ്ത്രമുടുത്തവളും കണ്ണീരൊഴുക്കിക്കൊണ്ട് പർണശാലയിൽ തനിച്ചിരിക്കുന്ന വൈദേഹിയുടെ അടുത്തേക്ക് ആ രാക്ഷസൻ ചെന്നു. കാമാർത്തനായ രാവണൻ വേദോച്ചാരണം ചെയ്തുകൊണ്ട് വിനയത്തോടെ ഏകാന്തത്തിൽ അവളെ പ്രശംസിച്ചു. പൊന്നിറം പൂണ്ട സ്ത്രീരത്നമേ, നീ ആരാണ്? ഹ്രീയോ, ശ്രീയോ, ഇന്ദ്രാണിയോ, ലക്ഷ്മിയോ, അതുമല്ല രതീദേവിയോ? നിന്റെ ദന്തങ്ങൾ മനോഹരങ്ങളായിരിക്കുന്നു. നേത്രങ്ങൾ വിശാലങ്ങളും നിർമ്മലങ്ങളുമായിരിക്കുന്നു. പരന്ന് തടിച്ച ജഘനം, തടിച്ചു കൊഴുത്ത് പീനോന്നതാഗ്രങ്ങളായി ഇടതൂർന്ന് പനങ്കായകൾക്കു തുല്യമായ കഠിനസ്തനങ്ങൾ. സുന്ദരീരത്നമായ ഭവതി ശക്തിയോടുകൂടിയ നദീപ്രവാഹം തീരങ്ങളെ എന്ന പോലെ എൻ്റെ ഹൃദയത്തെ അപഹരിക്കുന്നു. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അരക്കെട്ട്, നീണ്ടു ചുരുണ്ട് പനങ്കുല പോലെയുള്ള കേശങ്ങൾ, കഠിനവും ചാരുവുമായ കുജങ്ങൾ. ദേവന്മാരിലോ കിന്നരന്മാരിലോ ഗന്ധർവന്മാരിലോ യക്ഷന്മാരിലോ മനുഷ്യരിലോ ഭവതിയെപ്പോലെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നിന്റെ രൂപവും വയസ്സും സൗകുമാര്യവും ഈ വനവാസവും എൻ്റെ മനസ്സിനെ മഥിക്കുന്നു. നീ മടങ്ങിപ്പോകൂ. രാക്ഷസന്മാർ വസിക്കുന്ന സ്ഥലമാണിത്. നഗരത്തിലെ സമ്പന്നങ്ങളും രമ്യങ്ങളുമായ മണിമാളികകളും സുരഭിലങ്ങളായ ഉപവനങ്ങളുമാണ് നിനക്ക് വിഹരിക്കാൻ യോഗ്യങ്ങൾ. എല്ലാ ലക്ഷണങ്ങളോടുകൂടിയ ഭവതിയോട് കൂടിച്ചേർന്നാൽ മാത്രമേ
മാലകൾക്കും ഭോജ്യവസ്തുക്കൾക്കും വിചിത്ര വസ്ത്രങ്ങൾക്കും ഉത്തമനായ ഭർത്താവിന് പോലും ശ്രേഷ്ഠതയുണ്ടാകൂ. നീ രുദ്രനാരിയാണോ? മരുത്തുക്കൾ, വസുക്കൾ ഇവരിൽ ആരുടെയെങ്കിലും ദേവിയാണോ? ഗന്ധർവന്മാരോ ദേവന്മാരോ കിന്നരന്മാരോ ഇവിടെ വരാറില്ല. ഇത് രാക്ഷസന്മാരുടെ പാർപ്പിടമാണ്. നീ എങ്ങനെ ഇവിടെ വന്നുപെട്ടു? ഈ കൊടുംകാട്ടിൽ കടുവ, പുലി, നരി, കുറുനരി, ചെന്നായ, സിംഹം തുടങ്ങിയ ദുഷ്ടമൃഗങ്ങൾ ധാരാളമുണ്ട്. എന്നിട്ടും നിനക്ക് ഭയം തോന്നുന്നില്ലേ? ഹേ സുമുഖി, മത്തുപിടിച്ച കൊലയാനക്കൊമ്പന്മാർ കൂത്താടുന്ന കൊടുങ്കാട്ടിൽ നീ തനിച്ച് പേടി കൂടാതെ കഴിയുന്നതെങ്ങനെ? നീ ആരുടെ? നീ ആര്? എവിടെ നിന്ന് വരുന്നു? രാക്ഷസന്മാർ പാർക്കുന്ന കൊടുങ്കാട്ടിൽ നീ ഒറ്റയ്ക്ക് എന്തിനു വന്നു? എന്നിങ്ങനെ ആ ദുഷ്ടൻ സീതയെ വാഴ്ത്തി. സീതാദേവി, ബ്രാഹ്മണ വേഷം ധരിച്ച് ആശ്രമത്തിൽ വന്ന രാവണനെ ഏതോ ഒരു പുണ്യപുരുഷനാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിഥി സൽക്കാരം ചെയ്ത് ഉപചരിച്ചു. ആസനവും കാൽ കഴുകാൻ ജലവും കൊണ്ടുവന്നു കൊടുത്തു. സീതാദേവി പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഈ പീഠത്തിൽ സുഖമായിരുന്നാലും ഇതാ ജലം, കാൽ കഴുകിയാലും. അങ്ങേക്കായി കൊണ്ടുവന്ന ഫലമൂലാദികൾ ഭക്ഷിച്ചാലും. ഇപ്രകാരം ക്ഷണിക്കപ്പെട്ട രാവണൻ പൂർണ്ണ മനസ്സോടെ അപേക്ഷിക്കുന്നവളും രാമപത്നിയുമായ സീതയെ ഉറ്റുനോക്കി. അവളെ ബലാത്കാരമായി അപഹരിക്കാൻ തീർച്ചയാക്കി. പൊന്മാനിൻ്റെ പിറകെ പോയ രാമൻ ലക്ഷ്മണനോടൊത്ത് മടങ്ങി വരുന്നതും കാത്തിരുന്ന സീതാദേവി തഴച്ചിരുന്ന ആ വൻ കാട്ടിലേക്ക് ഉറ്റുനോക്കി. എങ്കിലും രാമലക്ഷ്മണന്മാരെ കണ്ടില്ല. ആരണ്യകാണ്ഡത്തിൽ 46-ാം സർഗം ഇവിടെ അവസാനിക്കുന്നു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.